നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഐസിങ് ചെയ്യാനുള്ള കേക്കാണ്, ജെൽ കേക്ക്. അതിന് ജെൽ കേക്ക് ഇപ്പൊ പേര്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏത് പേരും ഉണ്ടാവും. നമ്മൾ ധൂം കേക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ധൂമും ചെയ്യാം, ഏത് കേക്കും ചെയ്യാം അതിൽ. ധൂം മച്ചാലേ. അപ്പൊ എത്ര കിലോ കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്? നമ്മളിപ്പോൾ 2 കിലോ മാവിന് അടിക്കുമ്പോൾ 60 മുട്ട, 2 കിലോ പഞ്ചസാര, പിന്നെ 1/2 ലിറ്റർ ഓയിൽ, 100 ഗ്രാം ജെല്ല്. അപ്പൊ ഇതെല്ലാം ചെയ്ത് വരുമ്പോ എത്ര കിലോ വരും? ഇതെല്ലാം കൂടെ ഒരു 8 കിലോന്റെ അടുത്ത്. 8 കിലോ അടുത്ത് വരും. ഏകദേശം 8 കിലോ അടുത്ത് വരും. ഇതെല്ലാം കൂടി അടിച്ചു വരുമ്പോ അത് കൂടും അല്ലേ? ക്വാണ്ടിറ്റി കൂടും. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇത് എത്ര മുട്ട 60 മുട്ട ഉടച്ചത്. 60 മുട്ട. ഞാൻ എണ്ണി നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടല്ലോ 60. ഓക്കെ, പിന്നെ മൈദ, പഞ്ചസാര. മൈദ എത്ര കിലോ ആണ്? 2 കിലോ. 2 കിലോ മൈദ, പഞ്ചസാരയും 2 കിലോ, സെയിം ഈക്വൽ എമൗണ്ട്. ഓക്കെ, ഇത് ജെല്ലാണ്. ഇതെന്താ സാധനം ആക്ച്വലി? അത് ടവറിന്റെ പ്രൊഡക്ഷനാണ്. ഇത് വാങ്ങിക്കാൻ കിട്ടും. ഈ ജെല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഏത് ബേക്കറി ഐറ്റംസ് കിട്ടുന്ന കടയിൽ പോയാലും ജെല്ല് എന്ന് പറഞ്ഞാൽ ഇത് തരും അല്ലേ? പല ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ജെൽ, പിന്നെ എസൻസ് ആണ്. എസൻസ് നമ്മൾ എന്ത് എസൻസ് ആണ്? മിൽക്ക് എസൻസ്, വാനില എസൻസ്. വാനില എസൻസ് ആൻഡ് മിൽക്ക് എസൻസ്. പിന്നെ ഇത്ര ഐറ്റം മതി. അതെന്താ? ഇത് ഓയിലാണ്. എന്ത് ഓയിലാണ്? സൺഫ്ലവർ ഓയിൽ. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. 2 കിലോ മൈദ, 2 കിലോ പഞ്ചസാര, 60 മുട്ട, പിന്നെ ജെൽ എത്രയാ? 100 ഗ്രാം ജെൽ, പിന്നെ വാനില എസൻസ് ആൻഡ് മിൽക്ക് എസൻസ്, പിന്നെ സൺഫ്ലവർ ഓയിൽ. ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട ബീറ്റ് ചെയ്യാൻ പോവാണ്. അത് നമ്മൾ കൈവച്ചല്ല ബീറ്റ് ചെയ്യുന്നത്. 60 മുട്ടയുണ്ട്, നമ്മൾ മെഷീനിലിട്ട് ബീറ്റ് ചെയ്യും. ഇട്ടു, 2 കിലോ പഞ്ചസാര ബീറ്റ് ചെയ്യും. ഒരടപ്പ് മിൽക്ക് എസൻസ് ആണ് ഇട്ടത്. അതെന്താ പാലൊഴിക്കാത്ത? എസൻസ് ഒഴിക്കുന്നത്? മുട്ടയുടെ ചുവ മാറാനല്ലേ? മുട്ടയുടെ ആ ഇത് വരാണ്ടിരിക്കാൻ. ഓക്കെ, ഓക്കെ, വാനില എസൻസ് ആണ് ഇനി ഒഴിക്കും. അത് ഒരടപ്പ് മതി. 2 അടപ്പ് വാനില എസൻസ്, 1 അടപ്പ് മിൽക്ക് എസൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മിൽക്ക് എസൻസ് 1 അടപ്പ് ഒഴിച്ചു, വാനില എസൻസ് 2 അടപ്പ് ഒഴിച്ചു. ഇനി നമ്മൾ ജെല്ലിടുവാണ്. ജെല്ലും മൈദയും രണ്ടും ഒരുമിച്ച് ഇടും. മുട്ട ഇട്ടു, പഞ്ചസാര ഇട്ടു, പിന്നെ എസൻസ് 2 ഒഴിച്ചു, മിൽക്ക് എസൻസും വാനില എസൻസും. പിന്നെ നമ്മൾ ഇട്ടത് ജെല്ലാണ്. ജെല്ല് ഇട്ടു, അപ്പം തന്നെ മൈദ ഇട്ടു, അപ്പം തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റോളം നിർത്താണ്ട് ബീറ്റ് ചെയ്യണം അല്ലേ? ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദ കേക്ക്. സ്പെഷ്യൽ കേക്കാണ്. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റോളം ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നിർത്താണ്ട്. ഓയിലാണ് നേരത്തെ പറഞ്ഞ സൺഫ്ലവർ ഓയിൽ. അത് എത്രയാണ് ഒഴിക്കുന്നത്? 500 ml ആണ് ഈ അളവിന് വരുന്നത്. ഓക്കെ, ഒഴിച്ചോളൂ ഐശ്വര്യമായിട്ട്. അപ്പോൾ ഒരു ദിവസം എത്ര കേക്കോളം ഇവിടെ ഉണ്ടാക്കാറുണ്ട് സാധാരണ? 10 മിനിമം ഒരു ദിവസത്തേക്ക്. ഇതായല്ലോ, ഓഫ് ചെയ്യാണ്.
ഇനി നമ്മൾ ഈ ട്രേക്കകത്ത് വാരുകയാണ്. ആരെ വരും? ഇത് കേക്ക് വാരി 600 ഗ്രാം തൂക്കം. ഓക്കെ, 600 ഗ്രാം ഓരോന്നിലും അല്ലേ? ഓക്കെ. അവിടെ അളക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്, അതിൽ വെച്ച് അളന്നിട്ടാണ്. ഇപ്പം നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇതിലെല്ലാം കേക്കിൽ എല്ലാം ഇതിൻ്റെ മിക്സ് ഇട്ട് വെക്കുന്നു. എന്നിട്ട് ഇതിനെ ബേക്ക് ചെയ്യാൻ പോവാണ്. ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചേട്ടാ? തണുത്തതിന് ശേഷം ഐസിങ് ചെയ്യാം. തണുത്തതിന് ശേഷം ഇതിന് ഐസിങ്. ഐസിങ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം അല്ലേ? മേളിൽ ഞാൻ കണ്ടു ഒരു പ്രാവൊക്കെ ഉള്ള ഒരു ഡിസൈൻ. നമുക്ക് ഇന്ന് ആ ഡിസൈൻ ചെയ്താലോ? ഓക്കെ. അപ്പം ഇതെന്താ പരന്ന കേക്ക് അല്ലേ? ഇത് സ്ക്വയർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എടുക്കാം. ഏകദേശം 8 കിലോ കേക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മൾ 20 മിനിറ്റോളം വെക്കണം. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസിങ് ചെയ്യാൻ എടുക്കും. അപ്പോൾ ഇപ്പം നമ്മളെല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇനി ഇതിലേക്ക് എല്ലാം വെക്കണം. അപ്പോൾ കേക്കൊക്കെ അകത്തായി. നമ്മൾ അവൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചെറിയ റീക്യാപ്പ് എടുത്താലോ. നമ്മളുടെ മാവുണ്ടാക്കി എന്നിട്ട് അളന്ന് നമ്മൾ ഇതിലൊഴിച്ചു അവനിൽ വെച്ചിരിക്കുകയാണ് 200 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഫോർ 20 മിനിറ്റ്സ്. ഓക്കെ, നമ്മുടെ കേക്കൊക്കെ റെഡി ആയി കഴിഞ്ഞു. അതിനെ പുറത്തെടുക്കാൻ പോവാണ്. തണുക്കാൻ വെക്കണം അല്ലേ? ഇപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ ഐസിങ്. 10-15 മിനിറ്റ് തണുത്തിട്ടാണ് ഐസിങ് ചെയ്യത്തുള്ളൂ. നമുക്ക് അങ്ങോട്ട് അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. ഇനി ഐസിങ് ചെയ്യാൻ പോകണം. ഐസിങ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ റീക്യാപ്പ് തരാം. നമ്മൾ ആദ്യം ചെയ്തത് പഞ്ചസാര, മുട്ട, പിന്നെ മൈദ, ജെൽ, അതിൽ നമ്മൾ എസൻസ് ഒഴിച്ചു, മിൽക്ക് എസൻസും വാനില എസൻസും ഇത് രണ്ടും ഒഴിച്ചു. പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തു. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ബേക്ക് ചെയ്തു. നമ്മൾ പാത്രത്തിലാക്കി, അളന്ന് പാത്രത്തിലാക്കി ബേക്ക് ചെയ്തു. ബേക്ക് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് തണുക്കാൻ വെച്ചു. തണുത്തതിന് ശേഷം നമ്മൾ ഇനി ഐസിങ് ചെയ്യാൻ പോകണം. ഐസിങ് ചെയ്യുന്നതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് ബട്ടർ ക്രീമാണ്. ഇത് വാങ്ങിക്കാൻ കിട്ടുമോ ഇങ്ങനെ? ബട്ടറും ഐസിങ് ഷുഗറും മിക്സ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടറും ഐസിങ് ഷുഗറും ബീറ്റ് ചെയ്തെടുക്കുക. വാനില ഫ്ലേവർ ഇടുകയാണ്. അതിൽ വെനില ഫ്ലേവറും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെ ഐസിങ് ചെയ്യണമെന്ന് നോക്കാം. ഇതെന്താ സാധനം? സർക്കുലർ. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. ഓക്കെ, അപ്പം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ആയിട്ടുള്ള ലെയർ ഓഫ് ഐസിങ് കഴിഞ്ഞു.
എന്ത് പെട്ടെന്നല്ല അദ്ദേഹം ചെയ്തത്, ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ ചെയ്തു. എന്തായാലും ഇനി നമുക്ക് അതിൻ്റെ മേളിലൊരു, ഞാൻ ചോദിച്ചു ഒരു ചേട്ടൻ ഒരു ചെറിയൊരു ഡക്ക് വല്ലതും ഉണ്ടാക്കാമെന്ന്. സോ ഒരു ഡക്ക് ഉണ്ടാക്കാം. നമ്മുടെ പ്രാവും മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ എന്താ എഴുതണ്ടേ? എന്തായാലും ആദ്യം ബർത്ത്ഡേ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ടേസ്റ്റ് ഓഫ് കേരള എന്ന് തന്നെ എഴുതാം.